അപ്പം നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സ്കിൽസ് അഡീഷണൽ ചേർത്ത് വെച്ച് ഒരു പ്രത്യേക കോംബോ പാക്ക് ഡെയിലി 10 മിനിറ്റ് വെച്ചിട്ട് തുടർച്ചയായി ഞാൻ ഏഴാമത്തതിൽ പറഞ്ഞതുപോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ വിശ്വസിക്കുക, ഡെയിലി ആക്ഷൻ ഉണ്ടാവുക. കോംപ്ലിമെൻ്ററി സ്കിൽസിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ കോർ സ്കില്ലും വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോഴാണ് നമുക്ക് വലിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. നമസ്കാരം. നമ്മളിന്ന് അവസാന ഘട്ടത്തിലേക്ക് പോവാണ്, 8ാമത്തെ കോഡ്. അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തുടർച്ചയായി ഇത്തരം കഥകളും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ ഇനിയും വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ നീളത്തിലുള്ള ബൃഹത്തായ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തുടർച്ചയായി ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും കൂടെ സഹായിക്കണം, ഒപ്പം എന്നെയും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 8ാമത്തെ കോഡിലൂടെ ഞാൻ പറയുന്നത്, സ്കിൽ സ്റ്റാക്കിംഗ്. അതായത് നിപുണത വർദ്ധിപ്പിക്കുക, ഒന്നിനു മേലെ ഒന്നായി നൈപുണ്യം നേടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് താല്പര്യമുള്ള എന്നാൽ പരസ്പരം അധികം ബന്ധമില്ലാത്ത സ്കിൽസിനെ നേടിയെടുക്കുക. ഉദാഹരണത്തിന്, ഒരാളൊരു ഫോട്ടോഗ്രാഫറാണ്, അയാൾ ഒരു മ്യൂസിക്കും കൂടെ പഠിക്കുക. ഒരു 10 മിനിറ്റ് പഠിച്ചാൽ മതി, ഫുൾ ടൈം വേണമെന്നില്ല. ഇപ്പം ഞാനൊരു ട്രെയിനറാണ്, അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കുക്ക് ചെയ്യാനൂടെ തയ്യാറാണ്. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് പഠിച്ചിട്ട് അത് ചെയ്യും. അപ്പോൾ ഓരോ സ്കില്ലും നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക കോമ്പിനേഷൻ, ഒരു പ്രത്യേക കോംബോ ഉണ്ടാവും. ബിഗർ ദ ബർഗർ. അതായത് നമ്മൾ ബർഗർ വാങ്ങിക്കുമ്പോൾ, നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ഒരു ബർഗർ ഉണ്ടാവും, അതിനകത്ത് ഒരു ചീസിൻ്റെ പീസ് ഉണ്ടാവും, ഒരു ചെറിയ കട്ട്ലറ്റ് ഉണ്ടാവും. എന്നാൽ നമ്മൾ വലിയ ബർഗറുകൾ പോയി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള വെജിറ്റബിൾസും ക്രീമുകളും എല്ലാം വെച്ച ബർഗർ വലുതാകുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ സ്കിൽ ഒരു ബർഗർ ആണെന്ന് കരുതി അതിനിടയിൽ നിറയ്ക്കണ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒരേ സമയം നമുക്ക് ഏത് മേഖലയിൽ നിൽക്കുമ്പോഴും നമുക്ക് അഡീഷണൽ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ബ്രെയിൻ പ്രൊഫൈലറാണ്, എനിക്ക് ബ്രെയിൻ പ്രൊഫൈൽ ചെയ്യാൻ അറിയാം. ഞാനൊരു പബ്ലിക് സ്പീക്കറാണ്, ഞാനൊരു ട്രെയിനറാണ്, ഞാനൊരു പേരൻറ്റിങ് ട്രെയിനറാണ്, ഞാൻ പലർക്കും മെൻറ്ററാണ്. ഞാൻ നല്ലവണ്ണം ഓട്ടോറിക്ഷ ഓടിക്കും, ഞാൻ ഒരുപാട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യും, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ട്. ചില സ്ഥലത്ത് ഞാൻ എടുക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ പേരൻറ്റിങ് ട്രെയിനിങ് ഇതോടെ വ്യത്യസ്തമായ 2 മേഖലകളാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സ്കിൽസ് അഡീഷണൽ ചേർത്ത് വെച്ച് ഒരു പ്രത്യേക കോംബോ പാക്ക്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ, ചില ആൾ പറയത്തില്ലേ, നമ്മുടെ എന്താണ് വേഴ്സറ്റൈൽ, ബഹുമുഖ പ്രതിഭ എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ബഹുമുഖ പ്രതിഭയായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്. എൻ്റെ സുഹൃത്ത് വയലിൻ പഠിപ്പിക്കുന്ന ആളുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് എന്നെ ഒന്ന് വയലിൻ പഠിപ്പിക്കണം, ഒരു 10 മിനിറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനൊരു വയലിൻ വായിക്കുന്ന ആളും കൂടെ ആവും. അത് എന്താ പറയുക, വലിയ പ്രൊഫഷണലി വലിയ സംഭവങ്ങൾ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഒരു 2 ബിറ്റ് വായിച്ചിട്ട് കൊടുക്കാൻ പാകത്തിലെങ്കിലും ഒരു സ്കില്ല് പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രമാത്രം സ്കിൽസ് ആർജിക്കാൻ പറ്റുമോ ഡെയിലി 10 മിനിറ്റ്, വീണ്ടും പറഞ്ഞ് ചെറിയ കാര്യം ഞാൻ പറഞ്ഞു, ഡെയിലി 10 മിനിറ്റ് വെച്ചിട്ട് തുടർച്ചയായി ഞാൻ ഏഴാമത്തതിൽ പറഞ്ഞതുപോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ വിശ്വസിക്കുക, ഡെയിലി ആക്ഷൻ ഉണ്ടാവുക. ഇതുണ്ടായാൽ അടുത്ത ഒരു 10 മിനിറ്റ് വീതം ഒരു 365 ഡേയ്സ് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇനി കേട്ടോളൂ, നിങ്ങൾക്ക് യോഗ ചെയ്യാം, പ്രാണായാമം ചെയ്യാം, ഡെയിലി 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ട്രിഗറും ആക്ഷനും തമ്മിൽ, നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ട്രിഗറിൻ്റെ കൂടെ ഒരു ആക്ഷനൂടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു സ്കിൽസ് വർദ്ധിക്കലും കൂടെയായി. അപ്പോൾ ഉറപ്പായിട്ടും ഈ 8ാമത്തെ കോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിൽ വ്യത്യാസം ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പ്രൈമറി ഓർ കോർ സ്കിൽ ഉണ്ടാവും, ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ല്. ചിലപ്പോൾ ഡ്രൈവിംഗ് ആയിരിക്കാം, ചിലപ്പോൾ പാട്ടായിരിക്കാം, ചിലപ്പോൾ ട്രെയിനിങ് ആയിരിക്കാം, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിരിക്കാം, എന്താണെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗാർഡനിങ് ആവും. ഒരു കോർ സ്കിൽ ഉണ്ടാവും. നമ്മൾ അതിലൂടെ കോംപ്ലിമെൻ്ററി സ്കിൽസ്, ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കോംപ്ലിമെൻ്ററി സ്കിൽസിനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ കോർ സ്കില്ലും വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോഴാണ് നമുക്ക് വലിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, നമുക്ക് അതിനെ എൻകാഷ് ചെയ്യാൻ പറ്റും, നമുക്ക് ധനികനാവാൻ പറ്റും, നമ്മുടെ അറിവുകൾ വർദ്ധിക്കും, നമ്മൾ ഏതൊരാളിനെയും എന്താ പറയുക,
സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തിത്വമായി മാറും. അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോഡ് 8 എന്ന് പറയുന്ന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായിട്ടും പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്, പല വിഷയങ്ങൾ. അപ്പോൾ അതിലെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. എല്ലാ ആളുകളും സംതൃപ്തിയോടെ ഇരിക്കുക. താങ്ക് യു.